ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം നല്ല ശീലങ്ങൾ എന്നുള്ള വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട വളരെയധികം നല്ല ശീലങ്ങളുണ്ട്, ഗുഡ് ഹാബിറ്റ്സ്. അതിൽ ചിലതിനെക്കുറിച്ച് ഇന്ന് പ്രതിപാദിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനതേപ്പറ്റി സംസാരിക്കാനായിട്ട് അതേപ്പറ്റി ചിന്തിച്ചു, ധ്യാനിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ശീലം അനുസരണമായിട്ടാണ് തോന്നിയത്. അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വയസ്സായവർ വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അനുസരണം എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത മകൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പൻ പറഞ്ഞു, നീ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകണം എന്ന്. മൂത്ത മകനാണ്, അവൻ പറഞ്ഞു ഞാൻ പോകാമെന്ന്. പക്ഷെ അവൻ പോയില്ല. രണ്ടാമത്തെ മകൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു ഇതുപോലെ തന്നെ, നീ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകണം. അവൻ ആദ്യം പറഞ്ഞു എനിക്ക് മനസ്സില്ല പോകാനായിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ഇതിൽ ഏത് മകനാണ് നന്നായിട്ട് പെരുമാറിയത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതിന് ഉത്തരവും പറയുന്നുണ്ട്. ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പോയ മകൻ തന്നെയാണ് കൂടുതൽ മെച്ചപ്പെട്ടവനെന്ന്. അപ്പോൾ ആ ബൈബിളിലെ ആ ഉപമ നമ്മളോട് പറയുന്നത് അനുസരണം വലിയ ഒരു ഗുണമാണെന്നാണ്. അത് നല്ല ശീലമാണ്. അത് ആർക്കൊക്കെയാണ്? എല്ലാവർക്കും, ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ളവർക്ക്. നമുക്ക് ആദ്യം മക്കളിൽ നിന്ന് തുടങ്ങാം. മക്കള് മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു കാര്യമുണ്ട്. മാതാപിതാക്കൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. മോശം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരോട് പറയാൻ പാടില്ല. നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന മാതാപിതാക്കൾ, അവരെ അനുസരിക്കുന്ന മക്കൾ, ആ കുടുംബം എത്രയോ നന്നായിരിക്കും. അവിടെ ശാന്തിയും സമാധാനവും സന്തോഷവും ഉത്കർഷവും ഒക്കെ ഉണ്ടാവും. നല്ല അഭിവൃദ്ധിയായിരിക്കും, ആ കുടുംബത്തിൽ അഭിവൃദ്ധിയായിരിക്കും. സമ്പത്തിൻ്റെ മാത്രമല്ല, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവും. മാതാപിതാക്കൾ എന്ത് പറയുന്നുവോ അത് അനുസരിക്കുന്ന മക്കൾ. ഇനി മക്കൾ വലുതായി വരും. മക്കൾ വലുതായി, അവർക്ക് ജോലിയായി, അവർ വിവാഹിതരായി. അങ്ങനെ അപ്പോഴേക്കും മാതാപിതാക്കൾ റിട്ടയർ ചെയ്തിട്ടുണ്ടാവാം, വയസ്സായി, അവർ ജോലിയില്ലാത്തവരാവാം, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഇതൊന്ന് റിവേഴ്സ് ചെയ്യണം. മക്കള് മാതാപിതാക്കളുടെ സന്തോഷത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ആ പറയുന്നത് എന്തോ അത് മാതാപിതാക്കൾ അനുസരിക്കുകയും വേണം. അവരാ നേരത്ത് വാശി പിടിക്കാൻ പാടില്ല. വയസ്സാവുമ്പോൾ പ്രത്യേകിച്ച് വാശി കൂടും. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ വാശി കൂടും, വയസ്സാവുമ്പോഴും വാശി കൂടും. അപ്പോൾ വാശി വരുമ്പോഴാണ് അനുസരിക്കാതിരിക്കുന്നത്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അനുസരിക്കാത്തതിൻ്റെ കാരണം, വാശി കൂടുന്നതിൻ്റെ കാരണം അവർക്ക് അറിവില്ലായ്മയാണ്. എന്നാൽ വയസ്സായവർ അനുസരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അത് അറിവില്ലായ്മയല്ല. അതിൻ്റെ പിന്നിൽ അനുസരിക്കുന്നത് എന്തോ ഇച്ചിരി കുറവാണ് എന്ന് ഒരു തോന്നൽ വരുന്നതാണ്.
ഇത്രയും കാലം എൻ്റെ മക്കളെ ഞാൻ പോറ്റി വളർത്തി, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, അവരെ വലുതാക്കി. ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ അനുസരിക്കേ? അങ്ങനെ ഒരു ചെറിയ ഈഗോ ക്ലാഷാണ് അവിടെ ഉണ്ടാകുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആശയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ചെറിയൊരു ഈഗോ ക്ലാഷ്. ഇപ്പോൾ അവൻ വലിയവനായി, അവൾ വലിയവളായി, അവൾ പറയുന്നത് ഞാൻ അനുസരിക്കണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും അവരനുസരിക്കണം എന്ന് ചിന്തിക്കുന്ന അവർ നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ മക്കൾ മുതിർന്നാലും അനുസരിക്കുക തന്നെ വേണം. അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് ദൈവം ഒരു നിയമം തന്നത്, ആ ബഹുമാനിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, അനുസരിക്കുക എന്നുള്ളതാണ്. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിച്ചത്. രണ്ടാമത് ഒരു മേഖല എവിടെയായിരിക്കാം? സ്കൂളിലാണ്. സ്കൂളിൽ ആണ് അനുസരണം. അത് ആരെ അനുസരിക്കണം? നാച്ചുറലായിട്ട് നമുക്കറിയാം, വിദ്യാർത്ഥികൾ അധ്യാപകരെ അനുസരിക്കുക. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അധ്യാപകർ നിങ്ങളോട് പഠിച്ചു വരാൻ പറയുന്നു, പഠിക്കാതെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാൻ ഒരു പ്രയാസമില്ല. ഇന്നലെ എടുത്ത കാര്യങ്ങൾ ഇന്ന് പഠിച്ചു വരണം, നാളെ പഠിപ്പിക്കാനുള്ള പോർഷൻസ് അതൊക്കെ ഒന്ന് വായിച്ചു വരണം എന്ന് നിങ്ങളുടെ മാഷന്മാർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് അനുസരിക്കണം. പ്രയാസമുണ്ട്. അനുസരണം ഏറ്റവും പ്രയാസമുള്ള ഒരു പുണ്യമാണ്. ഏറ്റവും പ്രയാസമുള്ള പുണ്യമാണ് അനുസരണം എന്ന് പറയുന്നത്. മാലാഖമാർക്ക് പോലും അനുസരിക്കാൻ പറ്റിയില്ലല്ലോ. എല്ലാ മാലാഖകൾക്കുമല്ല, കുറേ പേരെങ്കിലും അനുസരിച്ചില്ലല്ലോ ദൈവത്തെ അനുസരിക്കാൻ മടി കാണിച്ചവർ. ആദ്യ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. അപ്പം അനുസരിക്കുക എന്ന് പറയണത് മാലാഖമാർക്ക് പോലും പ്രയാസമുള്ളൊരു കാര്യം, ആദ്യ മാതാപിതാക്കൾക്ക് പോലും പ്രയാസമുള്ളൊരു കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും പ്രയാസം ഉണ്ടാകും. മാഷന്മാർ പറയുന്നത് അനുസരിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അനുസരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവുകയാണ്. അവരുടെ സമയം മൊബൈൽ ഫോണിലും ടി വിയിലും ഓവർ ടോക്കറ്റീവ്നെസ്സിലൊക്കെ അമിത ഭാഷണത്തിലൊക്കെ ചെലവഴിച്ചു പോവുകയാണ്, സമയം ചെലവഴിച്ചു പോകുന്നു. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അവിടെ സംഭവിക്കുന്നത് അവരുടെ പ്രയോറിറ്റിയിലുള്ള വ്യത്യാസമാണ്. അധ്യാപകൻ എന്ത് പഠിച്ചു വരാൻ പറയുന്നുവോ അത് പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ടോപ്പ് പ്രയോറിറ്റി വേണ്ടത്. പകരം മൊബൈൽ ഫോണിൽ കളിക്കലും ടി വി കാണലിലും കളികളിൽ ഏർപ്പെടുന്നതും, കളികളൊക്കെ നല്ലത് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിൻ്റെ പ്രയോറിറ്റി എവിടെ ആയിരിക്കണം അത് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. നമ്മൾ കളിക്കുന്നതിന് പ്രയോറിറ്റി കൊടുത്താൽ സമയം മുഴുവൻ കളികളിൽ പോകും, പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ മാഷന്മാരെ നമുക്ക് അനുസരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരെ ധിക്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാവില്ല. അങ്ങനെയുള്ള ചില കുട്ടികളുണ്ടാവാം, വളരെ റെയർ. മാഷന്മാർ പറയണത് അനുസരിക്കണമെന്ന് തന്നെയാണ് നല്ലൊരു ശതമാനം, 99.9% കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷേ അവർ മറ്റ് കാര്യങ്ങൾക്ക് പ്രാധാന്യം ഊന്നൽ നൽകുന്നത് കൊണ്ട് പലപ്പോഴും അവരുടെ അധ്യാപകർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവുകയാണ്. അതിൻ്റെ ഫലമെന്താ? ക്ലാസ്സിൽ അവന് ഒരുങ്ങി വരാൻ പറ്റില്ല, ക്ലാസ്സിൽ മാഷ് ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോഴൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മുടെ സ്കൂൾ ജീവിതം, കോളേജ് ജീവിതമൊക്കെ
നമ്മൾ വിചാരിച്ച അത്ര സന്തോഷപ്രദമാകാതെ പോകും. എന്നാൽ അധ്യാപകൻ പറയുന്നത് നമ്മൾ അനുസരിച്ച് ഒരുങ്ങി ഒക്കെ ക്ലാസ്സിലേക്ക് വന്നാലോ നമ്മുടെ അനുദിന ക്ലാസ്സുകൾ, കോളേജ് ജീവിതം അത് സന്തോഷപ്രദമാകും. കൊല്ലത്തിൻ്റെ അവസാനത്തിൽ നടക്കുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന പരീക്ഷകൾ അതൊക്കെ ബലവത്താകും. അതുകൊണ്ട് സ്കൂളിൽ, കോളേജിൽ അധ്യാപകരെ അനുസരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വിജയത്തിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഘടകവും കൂടിയാണ്. ഇവിടെ അധ്യാപകർ വിദ്യാർത്ഥികളെ അനുസരിക്കണമുണ്ടോ? ഉണ്ട്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങൾ അതിനൊക്കെ ഉത്തരം പറയണം. അവർ ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ചാൽ അവിടെ ഇരിക്കപ്പോ പിന്നെ പറയാം, സ്റ്റാഫ് റൂമിലേക്ക് വരുമോ, അങ്ങനെ ഒന്നുമല്ല. അപ്പം അങ്ങനെ നമ്മളൊരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ താല്പര്യം പോകും. ഒരുപക്ഷെ അധ്യാപകൻ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ആ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നല്ല ചോദ്യമാണ്, ഞാനതൊന്ന് നോക്കിയിട്ട് പറയാം. നമ്മൾ നോക്കുന്നു. നമുക്കിപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മാത്രമല്ല, നല്ല അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ, പ്രശസ്തരായിട്ടുള്ള അധ്യാപകരുണ്ടാവും. അവരോടൊക്കെ ചോദിക്കണം. ചോദിക്കുന്നതിലൊരു തെറ്റുമില്ല, മാനക്കേടുമില്ല. ആ അധ്യാപകനോടൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഉത്തരം പറഞ്ഞു. ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാനക്കേടിൻ്റെ ആവശ്യമില്ല. നിങ്ങളും ആ മറ്റേയാളും ഒപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വേറൊരാളോട് ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ഇൻ്റർനെറ്റിൽ നോക്കിയാൽ എന്ത് കിട്ടും. മാത്രമല്ല, വേറെ ചില സൈറ്റുകളുണ്ട്. ഡൗട്ടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്താൽ അതിന് ഉത്തരം തരുന്ന ഇതുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അന്വേഷിച്ച് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു, ആ കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് നമ്മളെപ്പറ്റി എന്തൊരു നല്ല അഭിപ്രായമായിരിക്കും എന്നറിയാമോ? ഞാൻ നാളെ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ലാതെ എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞ് ആ ഗ്യാപ്പ് ഓട്ട അടച്ചതുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ പറയണത് വിഡ്ഢിത്തരാവും. അതിനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അധ്യാപകർ കുട്ടികളെ അനുസരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അനുസരിക്കണം. സാർ അതൊന്നും കൂടി പറയണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞു കൊടുക്കണം, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അവൻ ശരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഏത് ഭാഗത്താണ്, നിനക്ക് ഏത് ഭാഗമാണ്. അപ്പോൾ ചില കുട്ടികൾ പറയും ആകെ കൂടി ഒന്നുകൂടി പറയാം. അതല്ല. അപ്പോൾ നമ്മൾ അവൻ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ഒന്ന് വിലയിരുത്തുക. അപ്പോൾ പിറ്റേ ക്ലാസ്സിലൊക്കെ കുട്ടികൾ നന്നായി ശ്രദ്ധിച്ചിരിക്കും. അല്ല, നമ്മളവനെ തട്ടി ഇരുത്തി പിന്നെ പറയാം, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വരുമോ, അങ്ങനെ ഏതെങ്കിലും ഒരു കമൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ താല്പര്യം പോവും, അവൻ പഠിക്കാൻ തുടങ്ങില്ല. സ്കൂളിൽ തന്നെ ഇനിയും ഒരു ഭാഗം കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അനുസരണം. അധ്യാപകർ ഹെഡ് മാസ്റ്ററെ അനുസരിക്കണം. ഹെഡ് മാസ്റ്ററെ, മേലധികാരികളെ അനുസരിക്കണം എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മേലധികാരികളെ, ഒരു അധ്യാപകൻ്റെ മേലധികാരി ആരാ? ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാള്. അല്ലാതെ സ്റ്റാഫ് അസോസിയേഷൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഒന്നുമല്ല, സംഘടനയുടെ പ്രസിഡൻറ്റോ ഒന്നുമല്ല. ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാം. ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാള് ഒരു കാര്യം പറഞ്ഞു, പറയണത് ഇങ്ങനെയാണ്, ഞാൻ സംഘടന പ്രസിഡൻറ്റിനോട് ചോദിക്കട്ടെ. അല്ല, നമ്മളതനുസരിക്കണം. പക്ഷേ ഒരു ക്ലാസ്സിലൊന്ന് അഡീഷണലായിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുകയാണെങ്കിൽ, നേരത്തെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ പറഞ്ഞ ആ മകൻ്റെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പോയാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, നമ്മുടെ പ്രിൻസിപ്പാളിന് നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം കിട്ടി. രണ്ട്,
ആ ക്ലാസ്സിൽ ആളില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ പോയൊരു ക്ലാസ് എടുത്താൽ കുറച്ച് കുട്ടികൾ അതിനെ എതിർക്കുന്നവരുണ്ടാവും. ഈ മാഷ് വന്നില്ലായിരുന്നെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കായിരുന്നു ക്ലാസ്സിൽ എന്ന് വിചാരിക്കുന്നവർ ചിലരുണ്ടാവും. പക്ഷേ ഒരു ക്ലാസ് പോലും ഫ്രീ വിടില്ല എന്നൊരു തീരുമാനം ഒരു സ്ഥാപനത്തിൽ എല്ലാവരും കൂടി എടുത്താൽ എത്ര നന്നായിരിക്കും അറിയാമോ? ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അങ്ങനെയാണ്. ഒരു ക്ലാസ് പോലും ഫ്രീ വിടില്ല. ആരെങ്കിലും ഒരാൾ പോയി ക്ലാസ് എടുത്തിട്ടുണ്ടാവും. നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. വേറൊരു അധ്യാപകനെ അറേഞ്ച് ചെയ്യും. അങ്ങനെ കുട്ടികളോടും പറയും, ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ എനിക്ക് പകരം ഇന്ന ആളാണ് വരിക, ഇന്ന വിഷയമായിരിക്കും, ഫിസിക്സ് ആവില്ല, അത് കെമിസ്ട്രി ആവും. അപ്പോൾ കുട്ടി ആ പുസ്തകമൊക്കെ ആയിട്ട് ഒരുങ്ങി വരും. അല്ല, ഫിസിക്സ് ക്ലാസ്സിന് പകരം ഒരു കെമിസ്ട്രി മാഷാണ് പോകുന്നതെങ്കിൽ ആ കുട്ടി പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, ആ കുട്ടിക്ക് വലിയ ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ഫ്രീ വിടാതിരുന്നാൽ ആ കുട്ടികളുടെ ജീവിതത്തിലെ അടുക്കും ചിട്ടയും അതിന് നഷ്ടം വരില്ല. മറ്റത് ക്ലാസ്സില്ലെങ്കിൽ കുട്ടികൾ അവിടെ ഇവിടെയും നടന്നു, സ്ഥാപനത്തിൽ അവിടെ ഇവിടെയും നടന്നു, അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ വരും. അപ്പം അധ്യാപകൻ്റെ അനുസരണം ആ ക്ലാസ്സിനെ എത്രമാത്രം നന്നാക്കി കൊണ്ടുവരുമെന്ന് നിങ്ങളൊന്ന് ഓർക്കുക. ഇനി അധ്യാപകർ ഗവൺമെൻറ് നിയമങ്ങൾ അനുസരിക്കണം. മാനേജ്മെൻറ്റും അതുപോലെ നിയമങ്ങൾ അനുസരിക്കണം. ഇതൊരു സ്കൂളിൻ്റെ കാര്യം. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്കൂൾ മാത്രമല്ല, ഒരു ആപ്പീസ് എടുത്ത് നോക്കൂ. അവിടെ ആപ്പീസിൻ്റെ ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിനെ നമ്മൾ അനുസരിക്കണം. അവിടെ ചില നിയമങ്ങളുണ്ടാവും, അതനുസരിക്കണം. ക്ലാസ്സിൽ ഇത്ര മണിക്ക് സ്കൂളിൽ വരണം അല്ലെങ്കിൽ ഓഫീസിൽ വരണം എന്ന് നിയമം ഉണ്ടാവും. എത്ര പേര് അനുസരിക്കുന്നവരുണ്ട്? നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ? ഒരു മന്ത്രി പെട്ടെന്ന് ഒരു വിസിറ്റ് നടത്തി. ആ വിസിറ്റ് നടത്തുമ്പോൾ ചിലരൊന്നും സീറ്റിലില്ല, അവർ വന്നിട്ട് തന്നെയില്ല, വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അവർ നിയമങ്ങൾ അനുസരിക്കാത്തവരാണ്. നിയമങ്ങൾ അനുസരിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് എന്ന് അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാവും. നിങ്ങളെ ആരും വന്ന് മെക്കെട്ട് കയറുക ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നിയമങ്ങൾ അനുസരിക്കുന്നവരായി തീരണം. അതൊരു ശീലമാക്കി മാറ്റണം എന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നതാണ്. ഞാൻ അങ്ങനെ പരിശ്രമിക്കുന്ന ഒരാളാണ്, കുറേയേറെ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി നിങ്ങളൊരു ഷോപ്പിലേക്ക് കയറി ചെല്ലുകയാണ്. ഷോപ്പിലേക്ക് കയറി ചെന്നപ്പോൾ നിങ്ങളുടെ അവിടുത്തെ വാച്ച്മാൻ നിങ്ങളോട് എന്നതുപോലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. സെക്യൂരിറ്റി ഗാർഡ് ഒരു പക്ഷേ പറയും, കാർ ഇവിടെ നിർത്തരുത്, അത് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി നിർത്തൂ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇയാൾ പറയണത് ഞാൻ അനുസരിക്കണോ? തീർച്ചയായിട്ടും വേണം. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മളോട് എന്ത് പറയുന്നുവോ അത് നമ്മൾ അനുസരിക്കണം. അയാൾ നിയമപരമായ കാര്യങ്ങളാണ്, അവിടെ ഒരു നിയമം ഉണ്ടാവും, ആ സ്ഥാപനത്തിലൊരു നിയമം ഉണ്ടാവും. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ പാടില്ല, അത് ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യണം. അത് പറയുമ്പോൾ നമ്മൾ കേൾക്കണം. എനിക്ക് 1-2 അനുഭവങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു മാളിൽ അവിടെ ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റിലുള്ള ആൾ എന്നോട് പറഞ്ഞു, എന്നെ സ്ഥലത്താണ് മീറ്റിംഗ്, അവിടേക്ക് മാഷ് പൊക്കോളൂ എന്ന് പറഞ്ഞു. എന്നെ അറിയുന്ന ആളാണ്. അവിടെ ചെന്ന് ഞാൻ ഇറങ്ങി, കാറ് പാർക്ക് ചെയ്യാൻ പാടില്ല, അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഡ്രൈവർക്ക് അത് മനസ്സിലാവണില്ല. അദ്ദേഹം നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എന്തുകൊണ്ടാണ് പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോ, നിങ്ങൾ അവിടെ അദ്ദേഹം പറയുന്നത് പോലെ കേൾക്കണം. അദ്ദേഹം കാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഞാൻ എൻ്റെ ടോക്കൊക്കെ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ എൻ്റെ മാനേജർ ആ കാറ് അവിടെ കൊണ്ടുവന്ന് ഇടിയിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ അനുസരിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടായോ? ഒന്നും ഉണ്ടാവില്ല. അത് കുറച്ചിലൊന്നുമല്ല. നമ്മൾ ലോ അബൈഡിങ് സിറ്റിസൺ.
അതാണ് പ്രധാനം. ലോ അബൈഡിങ് സിറ്റിസൺ, അതാണ് അനുസരണമുള്ളൊരു പൗരൻ. അനുസരണമുള്ളൊരു പൗരനായി തീരുക, അതൊരു ശീലമാക്കുക. ഞാൻ അനുസരണം. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാത്തവർ എത്ര പേരാണ്? എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്? ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടാണ്. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക. ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ നിയമങ്ങളുണ്ടാവും, അതനുസരിക്കണം. പല ഹോസ്റ്റലുകളിലും ഒന്നും നിയമങ്ങളേ ഇല്ല, തോന്നിയ പോലെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ ഒരു ടോക്കിന് ചെല്ലുകയാണ്. അന്ന് അവരുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ അതിന് കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അതിൽ ഞാനും ഒരു ആളാണ്. അവർക്ക് എൻ്റെ ജോലി അവർക്ക് ഒരു മെഡൽ കൊടുക്കുക എന്നുള്ളതാണ്. വേറൊരാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ, അങ്ങനെ 3-4 പേർക്ക് ജോലി ഓരോന്ന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെല്ലുമ്പോൾ റോട്ടിൽ കുറേ കുട്ടികളിങ്ങനെ നിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിയണോ, ഓളിയും ബഹളവും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നല്ല, കാറിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരുത്തൻ വന്നിട്ട് കാറിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചു. ഞാനും വളരെ ശാന്തനായി അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ആരോ പറഞ്ഞു, ഇന്ന ആളാണ്. അറിയുന്ന കുട്ടികൾ ധാരാളം പേരുണ്ടായിരുന്നു, അറിയാത്ത ആൾക്കാരാണ് അത് ചെയ്തത്. വളരെ ശാന്തനായിട്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോകാനായിട്ട് അവർ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യം ഒരുത്തൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് ചെയ്തോളണമെന്നില്ല. തെറ്റായൊരു കാര്യം നമ്മളെ നിയമത്തിന് വിരുദ്ധമായിട്ടൊരാൾ നമ്മളെ തടഞ്ഞപ്പോൾ നമ്മളത് അനുസരിച്ചു. ചെയ്യാൻ പറയുന്നതല്ല, ഇത് തടയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്നെ തടഞ്ഞത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിന് പകരം നമ്മൾ അവനെ അനുസരിച്ചു. അവനൊരു തെമ്മാടിയാണ്. ആ തെമ്മാടി നമ്മളോട് പറഞ്ഞ കാര്യം അത് നമ്മളെ തടഞ്ഞു, നമ്മളനുസരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനോട് നമ്മളെ ഏറ്റുമുട്ടാൻ പോയാലോ അവിടെ ഒരു ബഹളം ഉണ്ടാവുകയാണ്. അപ്പം അനുസരണം എന്ന് പറയുന്നത് എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നതാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പരസ്പരം അനുസരിക്കുന്നവരാകണം എന്നാണ് ഞാൻ പറയുക. പരസ്പരം അനുസരിക്കുന്നവർ. ഭാര്യ പറഞ്ഞത് ഞാൻ അനുസരിക്കില്ല, ഞാൻ പറയുന്നത് ഭാര്യ അനുസരിക്കണം എന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തു വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളനുസരിക്കില്ല. നിങ്ങൾ പരസ്പരം അനുസരിക്കുന്നവരാകുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നവരാകും. ഭാവിയിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അവർ പരസ്പരം അനുസരിക്കുന്നവരാകും. നമ്മൾ വീട്ടിലെ നിയമങ്ങൾ, സ്ഥാപനത്തിലെ നിയമങ്ങൾ, രാജ്യത്തിലെ നിയമങ്ങൾ, ഇതൊക്കെ അനുസരിക്കുന്നവരാകണം. ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ടാക്സ് കൊടുക്കുന്നവർ തന്നെ ആകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ടാക്സ് കളക്ടറെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. പക്ഷെ പലപ്പോഴും ഇതൊക്കെ വെട്ടിച്ച് നടക്കുന്നവരായതുകൊണ്ട് ഭയത്തിൽ വേണം ഇരിക്കാനായിട്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാത്തവർ അവരെപ്പോഴും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക, അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് കൂടി സഹായകരമാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ നിത്യരക്ഷയിലേക്കാണ് പോകുന്നത്. എപ്പോഴും രാജ്യത്തിൻ്റെ നിയമങ്ങളും ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കുന്നവരാകുക. നമ്മളായിരിക്കുന്ന കുടുംബത്തിലെ നിയമങ്ങൾ, നമ്മളായിരിക്കുന്ന സ്ഥാപനത്തിലെ നിയമങ്ങൾ, ഇതൊക്കെ
അനുസരിക്കുന്ന വ്യക്തികളായി ജീവിതം നിങ്ങൾ പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുക. ഉയരുക മാത്രമേ ചെയ്യുള്ളൂ. അനുസരണം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലേക്ക് പോവുകയല്ലാതെ ഒരിക്കലും അത് താഴ്ന്നു പോവുകയില്ല. അനുസരണം ഉയരങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുക. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.